മൂകാംബിക ക്ഷേത്രത്തിൽ ജഗദീശ്വരിയെ സാക്ഷാൽ ആദിപരാശക്തി, മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നീ ഭാവങ്ങളുടെ ഐക്യരൂപിണിയായി മൂകാംബിക എന്ന പേരിൽ ഇവിടെ ആരാധിക്കപ്പെടുന്നു. പരശുരാമനാൽ പ്രതിഷ്ഠിതമായ 4 പ്രധാനപ്പെട്ട അംബികമാരിൽ ഒന്നാണ് മൂകാംബികാ ദേവി എന്നാണ് സങ്കല്പം. പരാശക്തിയുടെ മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നീ 3 ഭാവങ്ങളുടെയും സമന്വയമാണ് ദേവി. മനുഷ്യരെ സത്പ്രവൃത്തിയിലേക്ക് നയിക്കുന്ന ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി എന്നിവയുടെ പ്രതീകമാണ് ദേവിയുടെ പ്രധാന ഭാവങ്ങൾ. ഭക്തൻ ഏത് ഭാവത്തിലാണോ ദേവിയെ വണങ്ങുന്നത്, ആ ഭാവത്തിൽ ദേവി അനുഗ്രഹിക്കും എന്നാണ് വിശ്വാസം. നിത്യവും ദേവിയെ ഭജിക്കുന്ന ഭക്തനെ ഒരു അമ്മയുടെ കരുതൽ പോലെ ദേവി സംരക്ഷിക്കും എന്നാണ് വിശ്വാസം. ദേവി സന്നിധിയിലെത്തണമെങ്കിൽ അമ്മ വിളിക്കണമെന്ന വിശ്വാസം കേരളത്തിലുണ്ട്. നമ്മൾ എത്ര സമയമെടുത്ത് മുന്നൊരുക്കങ്ങൾ നടത്തിയാലും മനസ്സിൽ ദേവിയുടെ വിളി എത്തിയില്ലെങ്കിൽ കൊല്ലൂരിലേക്കുള്ള യാത്ര മുടങ്ങുമെന്നാണ് വിശ്വാസം. ഇത് ഒരുപാട് പേർക്ക് അനുഭവമുള്ളതാണ്. ഒരു പ്രാവശ്യമെങ്കിലും മൂകാംബിക ക്ഷേത്രത്തിൽ ദർശനത്തിനായി പോകുവാൻ കഴിഞ്ഞാൽ അതൊരു മഹാഭാഗ്യമാണ്. ശ്രീ ശങ്കരാചാര്യർക്ക് സരസ്വതി ദേവി നേരിട്ട് ദർശനം നൽകിയ പുണ്യഭൂമിയാണ് കൊടുങ്ങല്ലൂർ മൂകാംബിക ക്ഷേത്രം. ഈ പുണ്യഭൂമിയിൽ ആദ്യാക്ഷരം കുറിക്കാൻ ലക്ഷക്കണക്കിന് കുരുന്നുകളാണ് ഓരോ വിജയദശമി ദിനത്തിലും എത്തിച്ചേരുന്നത്. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തെക്കുറിച്ചുള്ള പുരാണം ഇങ്ങനെയാണ്. രാക്ഷസ ചക്രവർത്തിയായ മഹിഷാസുരൻ ത്രിലോകങ്ങളും കീഴടക്കി സ്വർഗത്തിൽ ആധിപത്യം സ്ഥാപിച്ചപ്പോൾ സ്ഥാനഭ്രഷ്ടരായ ദേവന്മാർ ബ്രഹ്മാവിനെ സമീപിച്ചു. ബ്രഹ്മാവും പരമശിവനും പാലായിലെത്തി മഹാവിഷ്ണുവിനെ അഭയം പ്രാപിച്ചു. മഹാവിഷ്ണുവിൻ്റെ അഭിപ്രായപ്രകാരം പുരുഷന്മാരാൽ നിഗ്രഹിക്കാൻ കഴിയാത്ത മഹിഷാസുരനെ നിഗ്രഹിക്കാൻ കുടജാദ്രിയിലെത്തി കോല മഹർഷിയെ കൂട്ടി സർവേശ്വരിയായ ആദിപരാശക്തിയെ കണ്ടു പ്രാർത്ഥിച്ചു. ഇവരുടെ അപേക്ഷപ്രകാരം ദുർഗാ ഭഗവതി മഹിഷാസുരനെ വധിച്ച് തേജോരൂപിണിയായി ആകാശത്ത് തിളങ്ങി നിന്നു. ഈ സമയം ത്രിമൂർത്തികൾ പ്രത്യക്ഷപ്പെട്ട് ഇന്ന് കാണുന്ന ക്ഷേത്രകേന്ദ്രത്തിൽ ജ്യോതിർമയായി സ്ത്രീചക്രമുണ്ടാക്കി. ഭൂമിയുടെ രക്ഷാർത്ഥം മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി ഐക്യരൂപത്തിൽ പരാശക്തിയെ പ്രതിഷ്ഠിച്ചെന്നാണ് വിശ്വാസം. വർഷങ്ങൾക്ക് മുമ്പ് കൊല്ലൂർ മഹാരണ്യപുരം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. സന്യാസിവരനായ കോല മഹർഷി അന്ന് ദേവിയെ പ്രീതിപ്പെടുത്താനായി സൗവർണിക തീരത്ത് തപസ്സനുഷ്ഠിക്കാൻ ആരംഭിച്ചു. ഇതേ സമയം ദേവലോകം നശിപ്പിക്കാൻ ശക്തിയും അമരത്വവും നേടാനായി കംഹാസുരൻ ശിവപ്രീതിക്കായി സൗവർണിക തീരത്ത് തപസ്സനുഷ്ഠിച്ചു. ഇതിൽ പരിഭ്രാന്തരായ ദേവന്മാർ പരാശക്തിയെ വീണ്ടും അഭയം പ്രാപിച്ചു. അസുരൻ്റെ കൊടും തപസ്സിൽ സംപ്രീതനായി കൈലാസനാഥൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ കംഹാസുരൻ്റെ നാവിൽ കുടിയേറിയ ഭഗവതി അസുരനെ മൂകനാക്കി മാറ്റി. മൂകനായ കംഹാസുരൻ വരമൊന്നും ചോദിക്കാനാകാതെ വന്നപ്പോൾ പരമശിവൻ മടങ്ങി. ഇങ്ങനെ കംഹനെ മൂകനാക്കിയതിനാലാണ് ദേവിക്ക് മൂകാംബിക എന്ന പേര് വന്നതെന്നാണ് വിശ്വാസം. കംഹൻ അതിനുശേഷം മൂകാസുരൻ എന്നറിയപ്പെട്ടു. തൻ്റെ തപോലക്ഷ്യത്തിന് വിഘ്നം നേരിട്ടതോടെ കോപിതനായ മൂകാസുരൻ ദേവലോകം ആക്രമിക്കുകയും പിന്നീട് ഭഗവതി എല്ലാ ശക്തിയും ആർജിച്ച് ശരീരം ധരിച്ച് മൂകാസുര നിഗ്രഹം നടത്തുകയായിരുന്നു. തുടർന്ന് ത്രിമൂർത്തികൾ ഈ ഭാവത്തിൽ ആദിപരാശക്തിയെ കൊല്ലൂരിൽ കുടിയിരുത്തുകയും ചെയ്തു. മൂകാംബിക ക്ഷേത്രത്തിൽ നിന്നും കുറച്ച് കിലോമീറ്റർ ദൂരെയാണ് കുടജാദ്രി മലനിര. കുടജാദ്രിയുമായി ബന്ധപ്പെട്ട് മൂകാംബിക ക്ഷേത്രത്തിന് ഒരു ഐതിഹ്യം നിലവിലുണ്ട്. കേരളത്തിൽ വിദ്യാഭഗവതിയായ മഹാസരസ്വതിക്ക് ക്ഷേത്രങ്ങൾ ഇല്ലാത്തതിൽ വിഷമിച്ച ആദിശങ്കരൻ ഈ മലനിരകളിൽ തപസ് ചെയ്യുകയും ഈ തപസ്സിൽ ഭഗവതി പ്രസാദിച്ചു. ഭഗവതി മഹാസരസ്വതി ഭാവത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ തൻ്റെ കൂടെ ഭഗവതി വരണമെന്നും താൻ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് ദേവിയെ പ്രതിഷ്ഠിക്കണമെന്നും ആഗ്രഹം അറിയിക്കുകയും ചെയ്തു. ഇത് സമ്മതിച്ച ഭഗവതി അദ്ദേഹത്തെ പിന്തുടരുകയും ലക്ഷ്യസ്ഥാനത്തെത്തുന്നതുവരെ ശങ്കരൻ തിരിഞ്ഞു നോക്കരുത് എന്ന വ്യവസ്ഥ വയ്ക്കുകയും ചെയ്തു. ശങ്കരാചാര്യരെ പരീക്ഷിക്കാൻ ഉറച്ച ഭഗവതി കൊല്ലൂരിലെത്തിയപ്പോൾ തൻ്റെ പാദസരത്തിൻ്റെ കിലുക്കം നിൽപ്പിച്ചു. ദേവി തൻ്റെ കൂടെയില്ല എന്ന് സംശയിച്ച ശങ്കരാചാര്യർ തിരിഞ്ഞു നോക്കുകയും അങ്ങനെ മഹാസരസ്വതി അവിടെയുണ്ടായിരുന്ന ആദിപരാശക്തിയുടെ സ്വയംഭൂ വിഗ്രഹത്തിൽ വിലയം പ്രാപിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. തൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട അതേ രൂപത്തിലാണ് സ്വയംഭൂവിന് പിറകിൽ ഭഗവതിയെ ശ്രീചക്രത്തിൽ പ്രതിഷ്ഠിച്ചെന്നും വിശ്വസിക്കപ്പെടുന്നു. ദേവിയെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കാത്തതിനാൽ ശങ്കരാചാര്യരുടെ വിഷമം മനസ്സിലാക്കിയ ദേവി ശങ്കരാചാര്യർക്ക് കേരളത്തിൽ ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിൽ പ്രഭാത സമയത്ത് താൻ കുടികൊള്ളാമെന്ന് ഭഗവതി വാക്ക് നൽകി.
തന്മൂലം മൂകാംബിക ക്ഷേത്രത്തിൽ രാവിലെ നട തുറക്കുന്നത് ചോറ്റാനിക്കരയിൽ നട തുറന്ന് നിർമ്മാല്യവും അഭിഷേകവും കഴിഞ്ഞാണ്.